വീട്ടിൽ പഴയ തയ്യൽ മെഷീനുണ്ടോ? പക്ഷേ അത്യാവശ്യം തയ്യലൊക്കെ അറിയാം. എന്നാൽ ഒരു ചുരിദാർ തനിയെ വെട്ടി തയ്ക്കാൻ അറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളവരാണോ നിങ്ങൾ? ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ ചാനലിൽ കുറച്ച് തയ്യലും കാര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ തയ്യൽ പോയി പഠിച്ചിട്ടുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ ഞാൻ തയ്ക്കും കേട്ടോ. അത്യാവശ്യം ചുരിദാറും ഇപ്പോൾ ഈ തയ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ്. ഇതൊക്കെ തനിയെ വെട്ടി പഠിച്ച് തയ്ക്കുന്നതാണ് കേട്ടോ. എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചതെന്നല്ലേ? യൂട്യൂബിൽ പല പല വീഡിയോസ് കണ്ട് തന്നെ പഠിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഓൾറെഡി നമ്മുടെ വണ്ണവും നമ്മുടെ പാകത്തിനുള്ള ഇത് നമ്മുടെ ഓൾറെഡി കയ്യിലുള്ള ചുരിദാറോ അല്ലെങ്കിൽ നൈറ്റി വെച്ചിട്ട് അങ്ങനെ നമുക്ക് അളവെടുത്തും നമുക്ക് തയ്ക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒക്കെ എന്തെളുപ്പമാണ്. ഏത് ഡ്രസ്സ് തയ്ക്കണം എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് യൂട്യൂബിൽ നോക്കി അത് തയ്ക്കുന്ന കണ്ടുകൊണ്ട് ഒപ്പം നമുക്ക് അളവുകളൊക്കെ അടയാളപ്പെടുത്തി തയ്ക്കാം കേട്ടോ. ഇതിനൊക്കെ വേണ്ടത് ഒരു മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീട്ടിൽ പഴയ മൂലയ്ക്ക് എവിടെയെങ്കിലും പൊടി പിടിച്ചെടുക്കുന്ന തയ്യൽ മെഷീനൊക്കെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ ഒന്ന് എണ്ണയൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി വെച്ചോളൂ കേട്ടോ. നമുക്ക് ഒരുമിച്ച് അടുത്ത ദിവസം തൊട്ട് തയ്യലങ്ങ് പഠിക്കാം കേട്ടോ. ഞാൻ പഠിച്ചിട്ടില്ല, അപ്പം നമുക്ക് ഒരുമിച്ച് അങ്ങ് പഠിക്കാവുന്നതാണ്. ഇത് തയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സാധാ ഒരു തയ്യക്കടയിലൊക്കെ കൊടുത്ത് തയ്ക്കുന്ന ഒരു പെർഫെക്ഷനോ കാര്യങ്ങളൊന്നും എൻ്റെ തയ്യലിലുണ്ടായിരിക്കില്ല. നമ്മൾ അങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലല്ലോ. പിന്നെ വെട്ടുന്നതൊക്കെ ചിലപ്പോൾ തെറ്റൊക്കെ ആയിരിക്കും, എങ്കിലും തയ്ച്ച് വരുമ്പോൾ ഒരു ലുക്കിലേക്കൊക്കെ എന്തായാലും എത്താറുണ്ട് കേട്ടോ. ഒരു കോൺഫിഡൻസിൽ ഇത് ചേച്ചിക്ക് വേണ്ടി തയ്ക്കുന്ന ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ. ഞാനൊരെണ്ണം തയ്ച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ ആളും പറഞ്ഞു എനിക്കും വേണമെന്ന്. അപ്പോൾ ഇതുപോലെ 1-2 തയ്ച്ചിട്ട് വേണം ഇതൊക്കെ ഒന്ന് തയ്ച്ച് തീർത്തിട്ട് വേണം നമുക്കിതൊന്ന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. ഇനി ഫ്രോക്ക് നൈറ്റിയുടെ 2 സൈഡിൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വള്ളിയും കൂടെ റെഡിയാക്കി എടുക്കണം കേട്ടോ. ഇതുപോലെ തുണി മറിച്ചിട്ട് അടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ നിന്ന് ഏറ്റവും അറ്റത്ത് നിന്ന് ഈർക്കിലിയോ ചെറിയ കമ്പി കഷ്ണോ എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ ഈ തയ്ച്ചത് ഒന്ന് മറിച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമുക്ക് ഉടുപ്പിനൊക്കെ വേണ്ടിയിട്ടുള്ള വള്ളി തയ്യാറാക്കാവുന്നതാണ്. ഇതെങ്ങനെ ഇത് അടിക്കുന്നതെന്നും തിരിച്ചെടുക്കുന്നതെന്നും പണ്ട് എനിക്കൊരു ചുരിദാർ തയ്ക്കാൻ കൊടുത്തപ്പോൾ ചേച്ചി തയ്ക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാനത് പഠിച്ചത്. ഒരു ഓർമ്മയിലാണ് അന്നത് പഠിച്ചത്. പിന്നെ സിബ്ബൊക്കെ തയ്ക്കാൻ വേണ്ടി പഠിച്ചതും അതുപോലെ തന്നെയാണ് കേട്ടോ. ഈ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കടയിൽ ചെന്ന് കഴിയുമ്പോൾ തയ്ച്ച് തീർന്നില്ല, കുറച്ചുകൂടി ഉണ്ട് എന്ന് നമ്മളോട് തയ്യക്കാർ പറയില്ലേ? അങ്ങനെ നമ്മൾ നിൽക്കുന്ന ഗ്യാപ്പിൽ ഇവർ തയ്ക്കുന്നതൊക്കെ കണ്ടാണ് കേട്ടോ തയ്യൽ. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ അല്ലേ, അതൊക്കെ എങ്ങനെ തയ്ക്കുന്നതൊക്കെ ഞാൻ അങ്ങനെ കേട്ടോ പഠിച്ചത്. സിബ്ബ് തയ്ക്കുക, ഇതുപോലെ വള്ളി തയ്ക്കുക, സൈഡ് ഓപ്പൺ, അതൊക്കെ എനിക്ക് ചുരിദാർ തയ്ച്ചുകൊണ്ടിരുന്ന ചേച്ചി തയ്ക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചത്. ഒരു ഓർമ്മയിൽ ഇതൊക്കെ പഠിക്കാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഞാനത് കണ്ടപ്പോൾ പെട്ടെന്നത് ക്ലിക്ക് ചെയ്ത് എപ്പോഴും ഇങ്ങനെ ഓർത്തിരിക്കുന്നത് കേട്ടോ. ഞാനീ തയ്ക്കുന്ന മെഷീൻ ഒരു 35 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ളൊരു മെഷീനാണ് കേട്ടോ. ഒരു 2 ആഴ്ച മുമ്പ് ഞാൻ ഈ മെഷീനിലൊരു മോട്ടർ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു 800 രൂപയാണ് കേട്ടോ നമുക്ക് ഈ മോട്ടർ പിടിപ്പിക്കുന്നതിന് ചിലവ് വന്നത്. അതുപോലെ തന്നെ മെഷീന് പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് മണ്ണെണ്ണയും വെളിച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് മെഷീൻ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഇടരുത് കേട്ടോ, മെഷീൻ തന്നെ പോകുകയുള്ളൂ. എന്നോട് മെഷീൻ ശരിയാക്കി തന്ന ചേട്ടൻ പറഞ്ഞാണ് മെഷീൻ ഓയിലുണ്ട്, അത് മാത്രമേ ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഈ തയ്ച്ചത് ഒന്ന് ഇട്ട് കണ്ടാലോ? തയ്യൽ പഠിക്കാത്ത ഞാൻ തയ്ച്ച ഈ ഫ്രോക്ക് നൈറ്റി എങ്ങനെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഇത് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. കൈ നമ്മളിങ്ങനെ പഫായിട്ടുള്ള സ്ലീവ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്, വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ചേച്ചിയുടെ ഒരു പാകത്തിനാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് ഇത്തിരി കൂടെ ഒന്ന് ഷേപ്പ് അടിക്കണം ചേച്ചിയുടെ പാകത്തിലേക്ക് വരുമ്പം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് തയ്യൽ പഠിക്കാത്ത എൻ്റെ തയ്യലെന്ന് കമൻറ്റ് ചെയ്തോളൂ.